ക്ലബ്ബ് ഫുട്ബോളിലെ ആധിപത്യം ലോകകപ്പ് വേദിയിലും തുടരുകയാണ്. 2026 ലോകകപ്പിൽ ഇതുവരെ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരങ്ങളെ സമ്മാനിച്ച ക്ലബ്ബായി റയൽ മാഡ്രിഡ് മാറിയിരിക്കുന്നു. എംബാപ്പയും ബെല്ലിംഗ്ഹാമും വിനീഷ്യസും ചേർന്ന് രാജ്യങ്ങളുടെ പ്രതീക്ഷകൾക്ക് ചിറകേകുമ്പോൾ ലോക ഫുട്ബോളിൽ റയൽ മാഡ്രിഡിന്റെ സ്വാധീനം എത്രത്തോളം വലുതാണെന്ന് തെളിയിക്കപ്പെടുകയാണ്. ക്ലബ്ബ് ഫുട്ബോളിൽ എതിരാളികളെ വിറപ്പിച്ച റയൽ മാഡ്രിഡിന്റെ താരങ്ങൾ ലോകകപ്പ് വേദിയിലും അതേ തീഷ്ണതയോടെ രാജ്യങ്ങളുടെ പ്രതീക്ഷ ചുമന്ന് പന്തിനെ വലയിലെത്തിക്കുകയാണ്. 2026 ലോകകപ്പിൽ ഇതുവരെ ഏറ്റവും കൂടുതൽ ഗോളുകൾ സമ്മാനിച്ച ക്ലബ്ബായി റയൽ മാഡ്രിഡ് മാറി. മാഡ്രിഡിന്റെ താരങ്ങൾ തങ്ങളുടെ രാജ്യങ്ങൾക്കായി നേടിയ ആകെ ഗോളുകൾ 19. ലോകത്തിലെ ഏറ്റവും വലിയ ഫുട്ബോൾ വേദിയിലും യൂറോപ്യൻ ക്ലബ്ബ് ഫുട്ബോളിന്റെ ആധിപത്യം തുടർന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഈ കണക്ക് വ്യക്തമാക്കുന്നു. ഈ നേട്ടത്തിന് ചുക്കാൻ പിടിച്ചത് ഫ്രാൻസിന്റെ കിലിയൻ എംബാപ്പയാണ്. ഫ്രാൻസിനായി 8 ഗോളുകൾ നേടി ലോകകപ്പിലെ ഏറ്റവും അപകടകാരിയായ ആക്രമണനിര താരങ്ങളിൽ ഒരാളായി അദ്ദേഹം മാറി. ഇംഗ്ലണ്ടിന്റെ ജൂഡ് ബെല്ലിംഗ്ഹാം 6 ഗോളുകളുമായി മധ്യനിരയിൽ നിന്ന് മത്സരങ്ങളുടെ വിധി തിരുത്തുമ്പോൾ ബ്രസീലിന്റെ വിനീഷ്യസ് ജൂനിയർ 4 ഗോളുകളിലൂടെ തന്റെ മിന്നുന്ന ഫോമിന് അടിവരയിടുന്നു. തുർക്കിയുടെ യുവപ്രതീക്ഷ ആർദ ഗുലറും 1 ഗോളിലൂടെ റയൽ താരങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചു. ഈ 4 താരങ്ങളുടെ സംഭാവനയാണ് റയൽ മാഡ്രിഡിനെ 19 ഗോളുകളിലേക്ക് ഉയർത്തിയത്. താരനിബിഡമായ PSG കളിക്കാർ ചേർന്ന് നേടിയത് 13 ഗോളുകളാണ്. ബയൺ മ്യൂണിക്കിന്റെ താരങ്ങൾ 12 ഗോളുകളും ആഴ്സണൽ താരങ്ങൾ 9 ഗോളുകളുമായി 4ാം സ്ഥാനത്തുമാണ്. ഇത് വെറും ഗോൾ കണക്കല്ല, ലോക ഫുട്ബോളിന്റെ കേന്ദ്രശക്തി എവിടെയാണെന്നതിന്റെ തെളിവ് കൂടിയാണ്. രാജ്യങ്ങൾക്കായി കളിക്കുമ്പോഴും വർഷങ്ങളായി ക്ലബ് തലത്തിൽ ആർജിച്ച നിലവാരവും ആത്മവിശ്വാസവും വലിയ വേദികളിൽ എങ്ങനെ വ്യത്യാസം സൃഷ്ടിക്കുന്നു എന്നതിന് ഈ ലോകകപ്പ് തന്നെ മികച്ച ഉദാഹരണമായി മാറുകയാണ്. ഓരോ ഗോളും ഓരോ രാജ്യത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ നൽകുന്നതാണ്. എന്നാൽ ആ ഗോളുകളുടെ ഉറവിടം പരിശോധിച്ചാൽ ഈ ലോകകപ്പിൽ ഏറ്റവും ശക്തമായി മുഴങ്ങുന്ന ക്ലബ്ബ് പേരുകളിലൊന്ന് റയൽ മാഡ്രിഡ് തന്നെയാണ്. സാന്റിയാഗോ ബെർണബുവിൽ തീർത്ത ആക്രമണ ഫുട്ബോളിന്റെ അതേ താളം ലോകത്തിന്റെ ഏറ്റവും വലിയ വേദിയിലും ഇന്നും മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വേൾഡ് കപ്പ് ഡെസ്ക് കൈരളി ന്യൂസ്.